താങ്കൾക്ക് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ആരുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്? നമ്മുടെ അളിയൻമുപ്പർ തന്നെയാണ്. ബിസിനസ് തന്നെയായിരുന്നു. അവിടെ ഞാൻ ജോലിക്ക് നിന്ന് അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി, ഒരു കട എനിക്ക് സ്വന്തമായി തുടങ്ങണം. അങ്ങനെയാണ് തുടങ്ങിയത്. അതിനുശേഷം സിംഗിൾ ആയിട്ടുള്ള കട എടുത്ത് അതിന് പിന്നെ ഒരു ആഗ്രഹം പിന്നെയും കൂടി വലുതായിട്ട് 3-4 ജോലിക്ക് ചെയ്യുക. അന്നേരം പിന്നെ ഇവിടെ നാട്ടിൽ പോകാനുള്ള ധാരണയിലാണ് അങ്ങനെ തുടങ്ങിയത്. പക്ഷെ നാട്ടിൽ പോകാൻ പറ്റില്ല, ജോലിക്കാർ കൂടുന്നതനുസരിച്ചിട്ട്. നമ്മൾ അന്ന് തനിച്ചാകുമ്പോൾ നമുക്ക് കട കൂട്ടിട്ട് പോകായിരുന്നു. അന്ന് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെ കൂടുതലും പറ്റില്ല, 3-5 ആൾ ജോലിക്കാരുള്ളതായിരുന്നു. അതുകൊണ്ട് ഇപ്പാണ് നാട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊന്ന് വെച്ചാല് ജോലിക്കാർ ഇപ്പൊ ഞാൻ പോകുന്നുണ്ടല്ലാണ്ട് നമ്മള് അവിടെ ബേക്കിൽ നമ്മളെപ്പോ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഇപ്പൊ നാട്ടിൽ പോകാൻ പറ്റാതെ. നാട്ടിൽ പോകാനേ പറ്റുന്നില്ല. തനിച്ചാകുമ്പോ ഒറ്റക്ക് കടയിൽ കൂട്ടിച്ചാണ് പോയത്. 4-5 ആൾ ജോലിക്കുള്ളവർക്ക് കട കൂട്ടിയാൻ പറ്റില്ല, ഭയാണ്, പല സ്വഭാവമായിരിക്കും. അങ്ങനത്തെ. അപ്പൊ തുടക്കത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അതുപോലെ പ്ലാനിങ് എന്തെല്ലായിരുന്നു ഉണ്ടായത്? തുടക്കത്തിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്? പിന്നെ കട സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഈ പുതിയ കട എടുക്കുമ്പോ അതന്നെ കുറച്ച് സ്വർണം അങ്ങനെയെല്ലാം വെച്ച് ഉണ്ടാക്കി. പക്ഷെ അന്നേരം കയ്യിൽ അത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന്ന് ഈ കട തുടങ്ങിയിട്ട് നമ്മൾ 2 ആൾ മാത്രം, അധികം ആളൊന്നും ഇല്ല ജോലിക്ക്. ഞാൻ ജ്യൂസ് അടിക്കും, ഇവർ അപ്പുറത്ത് നിന്ന് ചെയ്യും. അങ്ങനെ ചെയ്ത് ചില ദിവസങ്ങൾ ഭക്ഷണം തന്നെ ഉണ്ടാവില്ല, രാത്രി അല്ലായിരിക്കും കഞ്ഞെല്ലാം കുടിക്കുക. അന്നേരം ഫുള്ള് തിരക്കുള്ള സമയമാണ്, ഒന്നും ചെയ്യാൻ ഭക്ഷണം തന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത സമയം ഉണ്ടായിരുന്നു. അന്നേരം അത്രക്കും സമയം ഇല്ലാണ്ട് അവസ്ഥയില്. എന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടു. പിന്നെ പൈസ ആയി അങ്ങനെയാണ് സ്ഥലം എടുത്ത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയാണ് നോർമലായിട്ട് അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ബിസിനസ് കുറച്ച് കുറവ് തന്നെയാണ്, അതുകൊണ്ടോ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ നോർമലായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഡേ ടു ഡേ ചെലവ് മീറ്റ് ചെയ്യാനുള്ള താങ്കൾ സാധിക്കുന്നുണ്ടോ? അതെല്ലാം സാധിക്കുന്നുണ്ട്. ടേൺ ഓവറോ? ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന സാധനങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങളെ ബേക്കറിയിൽ? ബേക്കറി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന പപ്സ് അങ്ങനത്തെ അതെല്ലാം ഇവിടെ നിന്ന് കടയിൽ ഉണ്ടാക്കിയിട്ട് അതെല്ലാം കടയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാം പ്രതിയോഗ്യ സാധനം നമ്മൾ അവിടെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എല്ലാ സാധനവും ചെറിയ കടയിൽ നിന്ന് മാറാനുള്ള മെയിൻ കാരണം അതാ. നമ്മള് ഈ സാധനങ്ങള് എല്ലാം അതെല്ലാം നല്ല സാധനം കിട്ടൂല വേറെ ആൾക്കൊന്ന് വാങ്ങിക്കുമ്പോ. ഇവിടെ ആകുമ്പോ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടാക്കാം, സ്വന്തമായി ഉണ്ടാക്കുമ്പോ ഇപ്പൊ നല്ല രീതിയിൽ കൊടുക്കാം കസ്റ്റമേഴ്സിന്. അങ്ങനെ അതുകൊണ്ടാണ് പുതിയതായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രൊഡക്ഷനും കൂടി തുടങ്ങാന്നുള്ള ഇതില്ല. ബിസ്ക്കറ്റുകളൊന്നും ഒഴിവാക്കിയിട്ട് ബാക്കി ബേക്കറി നമ്മൾ അവിടെ ഉണ്ടാക്കി. കസ്റ്റമറിനെ നിലനിർത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? നല്ല പെരുമാറ്റം. നമ്മളിപ്പോ അവർ എന്ത് പറഞ്ഞാൽ ഏതെങ്കിലും നെഗറ്റീവ് അതുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു വാങ്ങിച്ചിട്ട് അവർക്ക് പിന്നെ ചെറിയ അവിടെ പറഞ്ഞാല് അത് നമ്മൾ തിരിച്ചെടുക്കും. പുതിയ കൊടുക്കാറ്. അതെല്ലാം കടയുടെ വിജയം. അതാണ് നമ്മൾ കുറച്ച് കസ്റ്റമർ അത് ശരിയില്ല എന്ന് പറഞ്ഞാല് അത് മാറ്റിയിട്ട് അതിന് വേറെ സാധനം കൊടുക്കും. ജോലിക്കാരുണ്ടായാൽ തന്നെ അതുകൊണ്ടാണ് നമ്മളും കൂടി വീട്ടിൽ നിൽക്കുന്നത്. ജോലിക്കാരാകുമ്പോ അത് തീരെ ശ്രദ്ധിക്കില്ല. അതിപ്പോ ജോലിയല്ലോ, അത് ശരിയില്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങിട്ട് കട്ടി ഓർമ്മ തിരിച്ചു വാങ്ങിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ജോലിക്കാരെന്ന് വെച്ചാൽ അവരവരുടെ രീതിയിലേ പോകും. അവരൊക്കെ പെട്ടെന്ന് കഴിച്ചൊന്ന് അടിച്ച് ലെവലാക്കിട്ട് കൊടുക്കണം. നമുക്ക് അങ്ങനെ നമുക്ക് എപ്പോ നിലനിൽക്കണം. ഇത് അവർ ഇന്ന് പോകും, നാളെ വേറെ അടുത്ത് പോകും. നമുക്ക് അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇതാണത്. അതുകൊണ്ട് അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമർ. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾ സംതൃപ്തരാണോ?
എല്ലാം സ്റ്റാഫായിട്ട് സ്റ്റാഫായിട്ട് എല്ലാ കാര്യത്തിലും ഇല്ല, ചില കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിലായിട്ട്, ചിലത് ശരി ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നും അറിയാത്ത ഒരു സ്റ്റാഫ് മെമ്പർ വന്ന് ചോദിക്കും, അയാൾക്ക് എന്തെങ്കിലും വേണം, ജോബ് വേണം, അപ്പൊ നിങ്ങൾ എന്താണ് വേക്കൻസി ആയിട്ട് അവന് കൊടുക്കുക? ഫസ്റ്റ് തന്നെ അവന് ജ്യൂസറായിട്ട് കാണിച്ചു കൊടുക്കും. ആദ്യം തുടക്കത്തിൽ അങ്ങനത്തെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവൻ കുറച്ചും കൂടി ഇതാവുന്ന മനസ്സിലായി കഴിഞ്ഞാല് അവന് ജ്യൂസ് ഇതാക്കാൻ പഠിപ്പിക്കും. തെറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതിങ്ങനെ ഇതായി അത് മാറ്റിയിട്ട് വേറെ ഇങ്ങനെ ആയി കൊടുക്കും, അങ്ങനെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ അവിടെ വെക്കുന്ന എല്ലാവർക്കും ജ്യൂസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടായിരിക്കും, എല്ലാം നമ്മൾ തന്നെ കാണിക്കുന്നതാണ്. നമ്മളിപ്പം ഷെയ്ക്ക് അടിക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കുകയില്ല, എല്ലാം നല്ല കട്ടിപ്പാലില് എല്ലാം കസ്റ്റമർ ഒപ്പം തന്നെ. ചില ആൾ ഉള്ളിൽ വെച്ചടിക്കും, ഞങ്ങൾ കസ്റ്റമർ ലൈവായിട്ട് അവരുടെ ഒപ്പം തന്നെ പാല് കട്ടപ്പാല് പൊടിച്ചിട്ട് അത് ഇട്ടിട്ട് കൊടുക്കുക. അല്ല അതുകൊണ്ടാണ് ഇതിന്റെ ജ്യൂസിന്റെ കച്ചവടം നിലനിൽക്കുന്നതിന്റെ ഇത് തന്നെയാണ് മെയിൻ കാരണം. പുതിയ ആള് വന്നാലും നഷ്ടം ഉണ്ടാവും, 2 മാസം എല്ലാം എങ്ങനെയാലും നഷ്ടം ഉണ്ടാവും. കുറെ കാര്യങ്ങള് ഗ്ലാസ് ആയിട്ടോ അതായിട്ടോ ജ്യൂസ് എല്ലാം ശരിയാവുന്നില്ല, എല്ലാം മാറ്റിയിട്ടെല്ലാം. പുതിയ ആൾ വന്നാൽ എന്തായാലും നമ്മൾ അവിടെ അവരുടെ കൂടെ തന്നെ പോകണം. പിന്നെ അവർ ചില സമയം ഗ്ലാസ് കൊടുക്കും, എല്ലാം ഗ്ലാസ്സെല്ലാം വീണാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ കൂട്ടുക. അതല്ല നമ്മള് എന്ത് ചെയ്യാനാ, പുതിയ ഒരാളെന്ന് വെച്ചാൽ നമ്മളത് നനകാണ്ട് ഒന്നും പറയില്ല, അത് ചിരിച്ചങ്ങ് താഴും. പിന്നെ തൊഴിലാളിയോട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം അവരുടെ ദേഷ്യം കണ്ടാൽ അവർ അത് വേറെ രീതിയിൽ കാണും, ഓരിങ്ങനെ ശരിയില്ല, അപ്പൊ അവർ ഓരോ മൈൻഡ് വേറെ പോകും. നമ്മളതുകൊണ്ട് അതുകൊണ്ട് ഒന്നും പറയില്ല, ചിരിച്ചില്ല, അതങ്ങനെ എടുത്ത ആളാണ്. ഹോം ഡെലിവറി സർവീസ് ഉണ്ടോ? ഫെസ്റ്റിവൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോ സ്വീറ്റ്സ് അതെല്ലാം ചെയ്യാറുണ്ട്. അടുത്ത് തന്നെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 500 ബനാന പഴംപൊരി ഹോസ്റ്റല് ഓണ പരിപാടി അവിടെ ഹോസ്റ്റല് സ്റ്റാഫുകളായിട്ട് 500 പഴംപൊരി വീട് തന്നെ ഉണ്ടായിക്കോട്ടെ അവിടെ. അതന്ന് 3 മണി പുലച്ചക്ക് 3 മണിക്ക് തുടങ്ങിയാണ്. 3 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് അല്ലെ 10 മണിക്കാണ് റെഡി ആയത്. ആൾക്കത് 11:10 പോകണത്. അത്രയും നമ്മള് പരമാവധി അത് എന്തുകൊണ്ട് വെച്ചാൽ കഴിച്ചു സാമ്പിൾ കൊണ്ടുപോയിട്ട് പിന്നെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, കാരണം അങ്ങനത്തെ സാധനം ടേസ്റ്റ് ആണെന്ന് അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്. മറ്റേ നമ്മള് ചെറിയ ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ ഓർഡർ വന്നാണ് ഈ 500 പഴംപൊരി. പിന്നെ അവിടെ ഷെയ്ക്കൽ ഓർഡർ ചെയ്ത് ഈ മെഡിക്കലിന്റെ 60 പിന്നെ ഷെയ്ക്ക് ഇത് ബട്ടർസ്കോച്ച് ഷെയ്ക്ക് ഇത് മെഡിക്കൽ എന്തോ പരിപാടി കണ്ടേ. അന്ന് നമ്മള് 200 എത്തിച്ചിരുന്ന ഇതാണ് അടിച്ചു അത് ഓരോ ദിവസം അങ്ങനെ വരുന്നതാണ്. അത് ടേസ്റ്റ് കൊണ്ടാണ് വരുന്നത്, മെയിൻ അതാണ്. ഈ സ്ഥാപനം തുടങ്ങുന്നതിൽ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് എന്തിലാണ്? കിട്ടിയ വഴിയാണ്. പിന്നെ വന്നാള് പല ഞാൻ പറഞ്ഞ പല സ്വഭാവമായിരുന്നു. രണ്ടാമത് ചെയ്യാന്നുള്ള ധൈര്യത്തിലാണ് ഇറങ്ങിയ. ആരില്ലെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ ഉള്ളിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന മാത്രമേ നമുക്ക് അറിയാൻ പറ്റില്ല. ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന നമ്മൾ കാണിച്ചു സംഗതിയല്ല, അപ്പൊ നമുക്ക് തന്നെ ചെയ്യാറ്. എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് ക്ലീനിങ് ആയി ആരാനോ ജോലിക്കാരുണ്ടെങ്കിലും എല്ലാം ചെയ്യും. നമ്മൾ ഇതിന്റെ വെളിയിൽ നിന്നെല്ലാം ക്ലാസ് എല്ലാം എടുത്തോണ്ട് അങ്ങനെ നമ്മൾ ഇതാക്കൂല. നമ്മൾ ഓണർന്ന് പറയല് ഞങ്ങൾ കാലം എടുത്ത് അവിടെ ചേർന്ന് ഇരിക്കൂല. നമ്മൾ ഒരാൾക്കാണ് കൂടുതൽ ഷട്ടിലിന് മേലെ കളിക്കുന്നത് നമ്മളായിരിക്കും. എല്ലാത്തിനും നിങ്ങൾ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തത് അതെന്ന് വെച്ചാലേ ഈ സമയത്ത് ഇപ്പൊ അന്നൊന്നും ഞാനില്ലേ ഉള്ളിൽ ആളില്ല ഒരു പൈസ. അപ്പൊ ഞാനാണ് അതിനുള്ളിൽ മേസ്ത്രിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പൊ അവർ എന്നല്ല പാത്രം കഴിച്ചു പോകണം. അവർക്കൊരു മനസ്സിലുണ്ടാവും, ഒറ്റക്ക് ചെയ്യുമ്പോൾ തനിച്ച് ചെയ്യുമ്പോൾ ഒരു അവർക്ക് ഒരു ബേജാറുണ്ടാവും ഒറ്റക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യും. എല്ലാം അവർ പറയുന്ന എല്ലാം ഹെൽപ്പ് ചെയ്ത ഒരു തൊഴിലാളി പോലെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കാം. പാത്രം കഴുകി വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം അങ്ങനെ കട്ട്ലേറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയുന്നവരോട് കാണിച്ചു തരും. അതറിയാം. അവർ മിക്സിങ് ആക്കി കട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണ കിട്ടുന്ന കാര്യങ്ങളും എണ്ണയിൽ നോക്കണം, കഴിഞ്ഞ് ഇടാതെ ചെയ്യും. അങ്ങനെയെല്ലാം ചന്തയാണ് തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു
5 മിനിറ്റ് കൊണ്ടെന്ന് അല്ലെങ്കിൽ അയാളെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരുന്നു പറഞ്ഞു വാ ഇരിക്ക്.